ക്യാപ്ഷൻ കണ്ടപ്പോ അതും ഈ ഡിസംബറിലെ ഈ തണുപ്പുള്ള സമയത്ത് വളരെ ഇഷ്ടമായി. നല്ല ക്യാപ്ഷനാണ്. ഹൃദയകാരിയായ ഈ ഒരു ദിവസം ഇങ്ങനെ സംഘടിപ്പിച്ചതിന് ഇതിന്റെ സംഘാടകരോട് ആദ്യം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഞാൻ നമ്മളൊക്കെ 1980 ഇവിടുന്ന് SLC ബുക്ക് വാങ്ങി പോയിട്ട് 43 വർഷമായി. പക്ഷെ ഒരു നിയോഗം പോലെ 9 വർഷം കഴിഞ്ഞ് 1989 വീണ്ടും ഞാൻ ഈ കലാലയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇവിടെ ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ വന്നപ്പോ സ്റ്റാഫ് റൂമിലേക്ക് കയറാൻ ഇങ്ങനെ പടപടാന്ന് വരയ്ക്കായിരുന്നു. കാരണം അവിടെ നോക്കുമ്പോ ജാനകി ടീച്ചറെ, ശാരദ ടീച്ചറെ, പത്മിനി ടീച്ചറെ, വിലാസിനി ടീച്ചറെ എല്ലാവരും ഇരിക്കണം. നമ്മുടെ ക്ലാസ്സുകളിൽ അവർ വന്നപ്പോ നമ്മൾ അന്ന് കോമ്പോസിഷൻ ബുക്ക് എടുക്കാൻ സ്റ്റാഫ് റൂമിലേക്ക് കയറാൻ പേടിച്ച് നിന്ന അതേ ഒരു അവസ്ഥയിലായിപ്പോയി ഞാൻ അന്ന്. പക്ഷെ അതിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇവരൊക്കെ എത്രത്തോളം സ്നേഹവും വാത്സല്യവുമാണ് നമുക്ക് തന്നിരുന്നതെന്നും അവര് അന്ന് ഞാൻ ജോയിൻ ചെയ്ത അന്ന് മുതൽ റിട്ടയർമെന്റ് വരെയും അതേ സ്നേഹ വാത്സല്യങ്ങളും കരുതലും എനിക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ഔദ്യോഗിക ജീവിതകാലം ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവമായിരുന്നു, ഒരു ആഘോഷമായിരുന്നു. ഒരു സ്ട്രെസ്സും ഒരു സ്ട്രെയിനും ഇല്ലാണ്ട് ഈ വിദ്യാലയത്തില് 32 കൊല്ലം കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിച്ചത് ഈ അധ്യാപകരുടെ അവരുടെ ആ കരുതലും സ്നേഹവും തന്നെയാണ്. ആ നന്ദി ഈ അവസരത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. പിന്നെ സഹപാഠികളെ നമ്മള് പഠിച്ച കാലം അന്ന് ഇതിന്റെ പിന്നിൽ നിറച്ച് പാറക്കുട്ടകളായിരുന്നല്ലോ. അവിടെ കയറിയിട്ട് നമ്മള് തെച്ചിക്കായ പറിച്ചു തിന്നതും ഓരോ വെള്ളിയാഴ്ചകളിലും വാസുമാഷിയുടെ പാട്ട് വെക്കലും അതുപോലെ നമ്മുടെ ഈ സ്പോർട്സ് യുവജനോത്സവം ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മളിവിടെ ബോർഡില് പലതരം കളർ ചോക്കുകൾ കൊണ്ട് എഴുതി ബോർഡുകൾ വെച്ചതും ഒന്നും മറക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഓരോ തവണ ഈ സ്കൂളില് 32 വർഷവും യുവജനോത്സവങ്ങൾ വരുമ്പോഴും കലാമേളകൾ സംഘടിപ്പിക്കുമ്പോഴും ആ ഓർമ്മ ഞാൻ പുതുക്കിക്കൊണ്ടേയിരുന്നു. വാത്സല്യം ദീർഘകൗമാരം പ്രദാനം ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ഇവരുടെ സ്നേഹ വാത്സല്യങ്ങൾക്ക് കീഴിൽ ഒരു കൗമാരക്കാരിയായി തന്നെ ഞാൻ ഇവിടെ മുഴുവൻ വർക്ക് ചെയ്തു. എന്തായാലും ഈ ദിവസം എല്ലാവർക്കും അറിയാൻ നിർത്തണ്. മുത്ത് ചിപ്പിക്കുള്ളിൽ മുത്ത് പോലെ ഈ ദിവസം ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. ഈ സ്കൂളിൽ ഒരു വൃത്തിയായ ഏറ്റവും കൂടിയ വികൃതി പയ്യനായിരുന്നു ഞാൻ. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ശങ്കർരാജ്. എല്ലാവർക്കും അറിയാം. ഞങ്ങളെ പറ്റി ഈ സ്കൂളിൽ അറിയാത്ത ഭൂരിപക്ഷം കമ്മിയായിരുന്നു. അത്രയേറെ വികൃതി തരങ്ങൾ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിലെല്ലാം നിറയെ അടി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു തെറ്റ് ചെയ്താൽ നിന്റെ കൂട്ടുകാരനുണ്ടാവും. ഞാനപ്പോ പറയും, സാറേ ശങ്കരാജൻ ഇല്ലാന്ന് പറയും. ഇല്ലെങ്കിൽ ഈ ഒന്നിനും വരില്ല. അവനെ വിളിച്ചുകൊണ്ട് പേര് ജയപ്രകാശ്. ഞാനൊരു 24 വർഷം സർവീസിലായിരുന്നു. ഞാനൊരു 10 ഈലായിരുന്നു. ഓക്കെ ഏതായാലും ഞാനിന്ന് രാവിലെ എത്തിയുള്ളൂ. അവനെ വേഗം കഴിച്ചിട്ട് സ്കൂളിനല്ലേ ക്ലാസ് അങ്ങനെ കണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഒരാഴ്ചയോളം വന്നിട്ട് എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴും കഴിയില്ലാതെ താമസം. എൻ്റെ പേര് മുരളി. ഞാൻ 10 ഇപ്പോൾ ഞാൻ താമസിക്കാൻ നാഗന് ഗവൺമെൻറ് കൺസൾട്ടൻസി എഞ്ചിനീയറായി 84 മദ്രാസിലായിരുന്നു. അന്ന് മദ്രാസാണ്, അന്ന് ചെന്നൈ ആയിട്ടില്ല. 85 ഗുജറാത്തിൽ ജാംനഗറിൽ പോയി. 86 ബോംബെയിൽ പോയി. 89 ചെന്നൈയിലേക്ക് തിരിച്ചു വന്നു. താമസിക്കുന്നുണ്ട്. 10 കൂട്ടുകാരും പിന്നെ വന്ന് ചേർന്ന് ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് ഇറാമുട്ടിയാണ്. സൈൻ, കോസ്, ടാൻ ഇതൊക്കെ നമ്മളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ആശയങ്ങളെ വെട്ടി നുറുക്കി നമ്മുടെ മുന്നിൽ അങ്ങനെ നിരത്തി വെച്ച് വളരെ ലളിതവും രസകരവുമാക്കിയിട്ടുണ്ട് ഗണിതാധ്യാപകർ. ഗണിതത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയത് ഈ കണക്കുമാഷുമാർ തന്നെയാണ്, ഒരു സംശയമില്ല. മൊമെന്റ് സ്വീകരിക്കുന്നതിന് പൊന്നാടി ശ്രീ അഹമ്മദ്
ഐഷാബി. മൊമെന്റോ നൽകി ആദരിക്കുന്നത് ശ്രീ ഗണേഷ്. ഈ സ്കൂള് ഇവിടെ തുടങ്ങുന്നത് ഏതാണ്ട് ഒരു 72 വർഷം മുന്നെയാണ്. അന്ന് ഈ ഭാഗത്തൊന്നും സ്കൂൾ ഉണ്ടായിരുന്നില്ല, ഹൈസ്കൂളുകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ പേരുടെ പഠനമൊക്കെ മുടങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ സ്കൂൾ തുടങ്ങുന്നത്. ആ സമയത്താണ് എനിക്ക് ഒരു 10 വയസ്സായിരുന്നു. അപ്പോ ഞാൻ എനിക്ക് പഠിക്കുന്ന സമയമായപ്പോൾ തന്നെ ഈ സ്കൂളിൽ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ തുടക്കത്തിലെ ഫസ്റ്റ് ഫോം വിദ്യാർത്ഥിയാണ്. അന്ന് ഫസ്റ്റ് ഫോം ആണെന്ന് പറയാം, 5ാം ക്ലാസ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഞാൻ പറയാണ്, എനിക്കന്ന് 10 വയസ്സ് പ്രായമാണ്, കറക്റ്റ് പ്രായമാണ്. എൻ്റെ കൂടെ പഠിച്ചിരുന്ന പല കുട്ടികൾക്കും എൻ്റെ ഇരട്ടി പ്രായം. ഇവിടെ വിദ്യാലയമില്ല. അതുകൊണ്ട് വളരെ മുതിർന്ന കുറെ കുട്ടികളും എന്നെപ്പോലെ ഒരു 5-8 പേര് കറക്റ്റ് പ്രായമുള്ളവർ, അങ്ങനെയാണ് ക്ലാസ് നമ്മൾ തുടങ്ങിയത്. നമ്മള് പ്ലേ ഗ്രൗണ്ട് മുകളിലാണ്, വടക്കേ ഗ്രൗണ്ടില്ല. പിന്നെ അങ്ങനത്തെ ഒരു ഡെവലപ്മെന്റ് ഒന്നും വരാത്ത ഒരു സാഹചര്യമായിരുന്നു. പിന്നെ ഞങ്ങളും എൻ്റെ മാതിരി എൻ്റെ കുറേ സുഹൃത്തുക്കളും ചേർന്നത് ഇത് നമുക്ക് എങ്ങനെയും തയ്യാറാക്കണം, നേരെയാക്കണം, നല്ലൊരു ഗ്രൗണ്ട് നമുക്ക് വേണം. നമ്മുടെ പ്രത്യേകിച്ച് ഈ സ്റ്റേജിന്റെ ഒരു മാറ്റം ഹാളിൽ അത്രയും വന്നിട്ടുണ്ട്, ബാക്കി വലിയ മാറ്റമൊന്നുമില്ല. അവിടെ വന്ന് നിൽക്കുമ്പോൾ പുറമെ നമ്മുടെ വിദ്യാലയത്തിന് മുറ്റത്ത് എത്തുമ്പോഴൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ത്രില്ലുണ്ടല്ലോ ശരീരത്തിൽ, നമുക്കൊരാവേശം. ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ വിശേഷണം ഉണ്ടല്ലോ, ഊർജ്ജസ്വതയൊക്കെ എടുത്തു വെച്ചപ്പോൾ പുരുഷന്മാർക്കാണ് മുന്നിൽ ഊർജ്ജസ്വനായി നിൽക്കുന്നതാണ്. അദ്ദേഹത്തിന് നടക്കും, അദ്ദേഹത്തിന് നിലനിന്നും പാലിക്കാൻ അതുപോലെയൊന്നും സാധിക്കുന്ന വിശേഷമില്ല. അതുപോലെ അപ്പൊ ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന ഒരു അനുഭവം 1974 കേരളപ്പിറവി ദിനത്തിലാണ് ഞാൻ പോകുന്നത്. നവംബർ 1-ാം തീയതി ഇവിടെ സ്കൂൾ യുവജനോത്സവം നടക്കാൻ ചെയ്യുന്നത് ഞാൻ വേറെ രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു എന്റെ ഇനീഷ്യൽ KPI കലാപരിപാടികളായി നന്നായി വരാൻ എല്ലാവരും സർവൈശ്വര്യങ്ങളും ദൈവം തന്നെ കുട്ടികളുടെയൊക്കെ ഓർമ്മയിലാണ് ഇപ്പോഴും ജീവിതം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ മിക്കവാറും ഒറ്റയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളും പരിസരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞങ്ങൾ സുഹൃത്തുക്കൾ തമ്മിൽ പറയുമ്പോഴും ഓർമ്മയിലും എപ്പോഴും അത് തന്നെയുണ്ട്. കാരണം ഒരു വട്ടം കൂടി ആ പഴയ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്തെത്തണമെന്നും ആ മുറ്റത്ത് നിൽക്കുന്ന നെല്ലിമരം ഉരുട്ടി അതിൻ്റെ നിന്ന് വീഴുന്ന കായ്മണികൾ പെറുക്കി തിന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന കിണറിലെ വെള്ളം കുടിച്ച് ഹായ് എന്ത് മധുരം എന്ന് പറയണമെന്നൊക്കെയുള്ള ആ മോഹത്തിൽ നിന്ന് ഉണ്ടായ കവിതയാണ് മോഹം. പിന്നീട് അത് സിനിമാകാരനായപ്പോൾ എല്ലാവരും മൂടി നടക്കാനും തുടങ്ങി. അതുപോലെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പണ്ടത്തെ മോഹങ്ങളുണ്ട്. പുസ്തക സഞ്ചിയിലെ പച്ച നെല്ലിക്കയും പച്ച പുളിങ്ങയുമായി തോളോട് തോള് കൈയിട്ട് നടന്ന ഒരു ബാല്യം, ചെറിയ ചെറിയ കുസൃതികളും വലിയ വലിയ കുസൃതികളും, ഞങ്ങളെ പഠിക്കുന്ന കാലത്ത് പോലെ വലിയ കുസൃതികൾ കാണിക്കുന്നവരും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുസൃതികളും ഒക്കെ ഇപ്പോൾ വളരെ മധുരമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. സമൂഹത്തിൽ ഏറ്റവും നല്ല ജോലി ഏതാ ചോദിച്ചാൽ എനിക്ക് ടീച്ചർ തന്നെയാണ്, ഒരു അധ്യാപകനാവുക. അതാണ് നല്ല ജോലി അത് തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മുടെ മക്കളൊക്കെ എന്തൊക്കെയോ പഠിക്കുന്നു, എവിടേക്കോ പോകണു, എന്തൊക്കെയോ പണി ചെയ്യുന്നു. പക്ഷെ അവർക്കൊന്നും നമ്മളുടെ പോലത്തെ അനുഭവം ഉണ്ടാവില്ല. ടീച്ചർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് വന്നത്.
അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്ന ദൈവത്തെയാണ് ഞാൻ ഓർക്കുന്നത്. നല്ലൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. എൻ്റെ അച്ഛനെടുത്ത് എൻ്റെ അച്ഛനോടൊന്നും പറഞ്ഞു, എൻ്റെ പൊന്നാൻ രാമനായ നിങ്ങളുടെ മകളോട് പറയണം ഇനി ഞാൻ തല്ലുന്നത്. ഞാൻ വീട്ടിൽ ചെല്ലണം, അച്ഛൻ എന്നോട് പറയുന്നു ഇനി ഇബ്രാഹിനെ തല്ലരുത് കേട്ടോ, ഈ അവനോട് ചോദ്യേ ചോദിക്കേണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഇന്നും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ് അത്. പക്ഷെ വീണ്ടും നിങ്ങൾ ഒന്നുകൂടി കാണാം, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവരും കൂടി ഉണ്ട്. ഞാൻ പഠിപ്പിച്ച കുട്ടികളും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ചേരാനായിട്ട് 12 ഉണ്ടാക്കിയ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും നന്ദി പറയുന്നത്. നിങ്ങൾ കുടുംബത്തിൽ കാണാൻ ഈ അവസരം തന്നെ. പിന്നെ അധ്യാപകൻ പറഞ്ഞാൽ അത് വല്ലാത്ത ജോലിയാണ്. എവിടെ ചെന്നാലും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഒരുമിച്ച് പോകുന്ന നിങ്ങളുടെ ഈ സമയത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിരിക്കും അതിയായ സന്തോഷമാണ്. സ്കൂള് വന്നത് 1978 മധ്യത്തിലാണ്. 79-80 നിങ്ങളാണ് പ്രിയപ്പെട്ട സഹപാഠികൾ. 43 വർഷം മുമ്പ് ഈ കലാലയത്തിന്റെ ക്ലാസ് റൂമുകളിൽ വടിയേന്തിയും അല്ലാതെയും ഈ കലാലയ അന്നത്തെ ചെറുപ്പക്കാരുമായ അധ്യാപകരാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത്. വെള്ളത്തുണിയും കുപ്പായവും ധരിച്ച ചെറുപ്പക്കാർ കുട്ടികളാണ് നമ്മുടെ ഈ സദസ്സിലിരിക്കുന്നത്. പാവാടയും ചെറുപ്പവും ധരിച്ച കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. വളരെ വർഷത്തിന് 40 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരുപാട് ശാരീരിക മാറ്റങ്ങളുണ്ടായി, ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു എല്ലാവർക്കും ഒത്തുകൂടി നമ്മുടെ പഴയ പ്രായത്തെയും ഓർമ്മിക്കാൻ, പഴയ കാലത്തെയും ഓർമ്മിക്കാൻ ഒരു അവസരം ഉണ്ടായി. ഒരു പഞ്ചാബി വ്യക്തിയുണ്ട് കൃഷ്ണൻസി, അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ പറയുന്നത് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്.